വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയറാണ്. ഞാൻ അങ്ങനെ ഹെയർ കെട്ടാറാണ്. ഞാനിപ്പോൾ മൂന്നായിട്ടും കെട്ടാറുണ്ട്, ഇങ്ങനെയൊക്കെ കെട്ടാറുണ്ട്. പിന്നെ അങ്ങനെ കെട്ടതാണ് ഞാനൊന്ന് പഠിച്ച് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മുടിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അതിനൊക്കെ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടി ഒരു ചീർപ്പ് വേണം. കെട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചീർപ്പിൻ്റെ കാരണം സുഖം. ഒരു ബണ്ണ് വേണം. ഞങ്ങൾക്ക് പൂല് ഇത് കിട്ടാം. ഞാൻ ഇതായിട്ടുള്ളത് ചീർപ്പ് മറ്റേതുണ്ട് പൂലിതൊക്കെ. അത് ഞാൻ എടുക്കുന്നില്ല. ഞാനത് എന്തെങ്കിലും പോകുമ്പോൾ എടുക്കാതെ. അപ്പോൾ നമുക്ക് കഫക്കെട്ട് കെട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് മുടി കെട്ടാക്കിട്ട് കാണാം. അത്രക്കൊന്നും കെട്ടില്ല, ചെറിയൊരു കെട്ടി. ഞാൻ എന്ന വാരുന്നുണ്ട്, അതുകൊണ്ടാണ് കെട്ടിയത്. ചില ദിവസമാണ് കടക്കുമ്പോൾ ഇങ്ങനെ കെട്ടാറില്ല. അപ്പോൾ 2 ദിവസം ഒരു ദിവസം കെട്ടിട്ട് അയച്ചിട്ട് കിടന്നാൽ പറഞ്ഞിട്ട് അടുത്ത ദിവസം കിടക്കുമ്പോൾ കെട്ടയക്കാറ്. പിന്നെ കെട്ടില്ല, ഞാൻ കെട്ടിയിട്ടാണ് കിടന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൈഡ് എടുക്കുന്നത്. സൈഡിലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് പോകുമ്പോൾ ചില ടൈമിൽ ഇങ്ങനെ കൊത്തി ക്ലിപ്പ് ഇടാനില്ല. ഞാൻ വീഡിയോയുടെ മുന്നിൽ അത്രക്കൊന്നും ക്ലിപ്പ് കൊടുത്തിട്ടില്ല. ക്ലിപ്പ് കൊടുത്തിട്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ മുന്നിൽ നമുക്ക് അടുത്ത് ഇന്നുണ്ട് 2 ഹെയർ സ്റ്റൈൽ. ആ 2 ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇന്ന് ഞാൻ ഒരു ഡ്രസ്സും കൂടി ഇടുന്നുണ്ട്. പുതിയ ഡ്രസ്സൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഇതിന്. ആ പുതിയ ഡ്രസ്സാണ്. കുറച്ചുകൂടി പുതിയ ഡ്രസ്സ് പെരുന്നാളിന് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള പുതിയ ഡ്രസ്സ് അങ്ങനെ എടുക്കുള്ളൂ ഡ്രസ്സ്. നമുക്ക് അപ്പോൾ ഞാൻ അടുത്തതാണ്. പിന്നെ അടുത്തത് കഴിയുന്നതാണ്. ഹെയർ ബാൻഡ് വേണം കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഇട്ട ഹെയർ ബാൻഡാണ്. ഇങ്ങനത്തെ ഒന്നുകൂടിയുണ്ട്.
എൻ്റെ അപ്പ ഗൾഫിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞതാണ്. ഇപ്പോൾ ഗൾഫിൽ ഇപ്പോൾ എൻ്റെ അപ്പ ഗൾഫിലാണ്. ഇന്നിപ്പോൾ വരാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അപ്പം തന്നെ ഫ്ലൈറ്റൊക്കെ പൂട്ടി. അതുകൊണ്ട് ഇപ്പം വന്നില്ല. ഫ്ലൈറ്റ് തുറക്കുമ്പോൾ വരും. ഞാൻ സാധാരണ എയർപോർട്ടിൽ ഇങ്ങനെയാണ് കേട്ടാലുണ്ട് വീട്ടിൻ്റെ. പിന്നെ അടുത്ത എയർസ്റ്റൈൽ നോക്കാം. ഇപ്പം നമുക്ക് അടുത്ത എയർസ്റ്റൈൽ പറഞ്ഞാൽ ഇതാണ്. ഇട്ട് വേണം, ഇതേമാതിരി ചീർപ്പ് വേണം, വണ്ണം വേണം. അങ്ങനെ നമുക്ക് ഇത് കൊടുക്കാം. ഇതെവിടെ 100 ആയിട്ടുണ്ട് കേട്ടോ. തോല് പോകുന്നതാണ്. പോകുന്നതെല്ലാം തൊല്ലി ഇവിടെ ഇങ്ങനതുണ്ട്. നല്ല വേദനയുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ സെയിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം മതി. ഓക്കെ, ഞാനൊരു ദിവസം ഡേ മൈ ലൈഫ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഡേ മൈ ലൈഫ് എൻ്റെ ഉപ്പാൻ്റെ മൊബൈൽ എനിക്ക് തരും. അവർക്ക് പുതിയ മൊബൈൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡേ മൈ ലൈഫ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കാപ്പൂരിൽ നിന്ന് ഹോസ്പിറ്റൽ വലിക്കലാണ്. ഞങ്ങൾ മൊബൈൽ നെറ്റില്ല. ഇറുക്കിയെടുത്തിട്ട് ഇത് ചെറിയ മുടിയാണ് കേട്ടോ. ഫസ്റ്റ് കുറേ മുടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇത്രയും മുടി ഉണ്ടായിരുന്നു എനിക്ക്. ആ മുടി ഇപ്പോൾ ഞാൻ വെട്ടി കളഞ്ഞു. പിന്നെ ഞാൻ ക്ലിപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഈ വീഡിയോയുടെ ഈ 3 ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യപ്പോൾ ഞാനിത് വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാറില്ല. ഞങ്ങൾ വെക്കാറില്ല. അത് ക്രിസ്മസ് ആകുമ്പോൾ ഇതെപ്പോൾ വരികയാണെങ്കിൽ 12 വയസ്സ് വെച്ചാൽ ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറില്ല. ഞങ്ങൾ ആഘോഷിക്കാൻ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു കേട്ടോ. ഡേ എന്ന് വെച്ചാൽ എൻ്റെ കാപ്പൂണ്ടിൽ നിന്നാണ് സ്കൂട്ടില്ല. അപ്പോൾ ഞങ്ങൾ വൈകിപ്പോയത്